Hello, in this section we are discussing about the World Tourism Organization UNWTO. The World Tourism Organization is a United Nations specialized agency responsible for the promotion of responsible, sustainable and universally accessible tourism. യുണൈറ്റഡ് നേഷൻ്റെ ഒരു ഏജൻസിയാണ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള, സസ്റ്റൈനബിൾ ആയിട്ടുള്ള, യൂണിവേഴ്സലി അക്സെപ്റ്റബിളും ആക്സസിബിളുമായിട്ടുള്ള ടൂറിസത്തിൻ്റെ പ്രൊമോഷനാണ്. It is a leading international organization in the field of tourism which promotes tourism as a driver of economic growth, inclusive development and environmental sustainability, and offers leadership and support to the sector in advancing knowledge and tourism policies worldwide. Internationally ഒരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ലീഡിംഗ് ടൂറിസ്റ്റ് ഓർഗനൈസേഷനാണ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും പ്രൊമോട്ട് ചെയ്യുന്നത് ടൂറിസത്തിനെ ഒരു എക്കണോമിക് ഗ്രോത്തിൻ്റെ ഏജൻ്റായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ദെൻ എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ലീഡർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി മറ്റ് സെക്ടേഴ്സിന്, അതായത് ടൂറിസമായിട്ട് ബന്ധപ്പെട്ടുള്ള നോളേജും പോളിസി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. It serves as a global forum for tourist policy issues and a practical source of tourism knowledge. ടൂറിസം നോളജിൻ്റെ ഒരു പ്രാക്ടിക്കൽ സോഴ്സായിട്ട് അത് ആക്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ടൂറിസം പോളിസി ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഗ്ലോബൽ ഫോറമായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് എൻകറേജസ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഗ്ലോബൽ കോഡ് ഓഫ് എത്തിക്സ് ഫോർ ടൂറിസം. വേൾഡിലെ ഗ്ലോബൽ കോഡ് ഓഫ് എത്തിക്സ് ടൂറിസത്തിന് വേണ്ടിയിട്ടുള്ളത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അത് വളരെയധികം എൻകറേജ് ചെയ്യുന്നുണ്ട്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള പ്രോസസ്സും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സും എല്ലാം WTO ഏറ്റെടുക്കുന്നുമുണ്ട്. WTO's membership include 158 countries, 6 territories and over 500 affiliate members representing the private sector, educational institutions, tourism organizations and local tourism authorities. WTO മെമ്പർഷിപ്പിൽ ഉള്ളത് ഇപ്പോൾ ഉള്ളത് അറ്റ് പ്രസൻറ്റ് 158 കൺട്രീസ് ആണ്, 6 ടെറിട്ടറീസ് ഉണ്ട്, 500 അഫിലിയേറ്റഡ് മെമ്പേഴ്സ് ഉണ്ട്. ഈ 500 അഫിലിയേറ്റഡ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് പ്രൈവറ്റ് സെക്ടർ കമ്പനീസും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ടൂറിസം അസോസിയേഷൻസും അതോറിറ്റീസും ഒക്കെയാണ്. ഇനി 6 ടെറിട്ടറീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്യൂട്ടോറിക്കോ, അറുബ, ഹോങ്കോങ്, മക്കാവ്, മദേരിയ, ഫ്ലെമിഷ് കമ്മ്യൂണിറ്റി. ഇനി പെർമനന്റ് ഒബ്സർവേഴ്സായിട്ട് 2 രാജ്യങ്ങളാണുള്ളത്, ഹോളിസിയും പാലസ്തീനും. ഇനി WTOയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് മാൻഡ്രിഡിലാണ്. ഇത് ഫോം ചെയ്ത വർഷം 1 November 1974. അറ്റ് പ്രസന്റ് ദ സെക്രട്ടറി ജനറൽ ഈസ് Zuro Polivac-Kashvili and the parent organization is the United Nations Economic and Social Council. Then the structure of WTO. The WTO mainly consists of General Assembly, Executive Council, Committees and Secretariat. General Assembly. The General Assembly is the principal gathering of the World Tourism Organization. മറ്റേതൊരു ഏജൻസിയും സൊസൈറ്റിയും പോലെ തന്നെ ഒരു ജനറൽ ബോഡിയാണ് ജനറൽ അസംബ്ലി എന്ന് പറയുന്നത് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ്റെ. It meets every 2 years to approve the budget and program of work and to debate the topics of vital importance to the tourism sector. 2 വർഷത്തിലൊരിക്കലാണ് ജനറൽ അസംബ്ലി കൂടുന്നത്. പ്രധാനമായിട്ടും അത് കൂടുന്നത് ബഡ്ജറ്റ് അപ്രൂവ് ചെയ്യാനും ഈ 2 വർഷത്തേക്കുള്ള പ്രോഗ്രാം ഓഫ് വർക്ക് അപ്രൂവ് ചെയ്യാനും എന്തെങ്കിലുമൊക്കെ ഡിബേറ്റ് ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യാനുമാണ്. എവറി 4 years ഇറ്റ് എലക്ട്സ് എ സെക്രട്ടറി ജനറൽ. എല്ലാ 4 വർഷത്തിലൊരിക്കൽ അത് സെക്രട്ടറി ജനറലിനെ എലക്ട് ചെയ്യുന്നുണ്ട്. ദി ജനറൽ അസംബ്ലി ഈസ് കമ്പോസ്ഡ് ഓഫ് ഫുൾ മെമ്പേഴ്സ് ആൻഡ് അസോസിയേറ്റ് മെമ്പേഴ്സ്. ജനറൽ അസംബ്ലിയിൽ പ്രധാനമായിട്ടുമുള്ളത് ഫുൾ മെമ്പേഴ്സും അസോസിയേറ്റ് മെമ്പേഴ്സുമാണ്. ഇതിന് പുറമെ അഫിലിയേറ്റ് മെമ്പേഴ്സ് ആൻഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് അതർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ പാർട്ടിസിപ്പേറ്റഡ് ഒബ്സർവേഴ്സ്. The World Committee on Tourism Ethics is a subsidiary organ of the General Assembly. General Assembly ഒരു subsidiary organ ആണ് the World Committee on Tourism Ethics. Executive Council. Executive Council is a governing board responsible for ensuring the organization carries out its work and adheres to its budget. ജനറൽ അസംബ്ലി തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്ന ഒരു ബോഡിയാണ് എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്ന് പറയുന്നത്. ബഡ്ജറ്റ് നടപ്പാക്കുന്നതും എക്സിക്യൂട്ടീവ് കൗൺസിലാണ്. ഇറ്റ് മീറ്റ് അറ്റ്ലീസ്റ്റ് twice a year and is composed of members elected by the General Assembly in the ratio of 1 of every 5 full members. ഇത് വർഷത്തിൽ 2 തവണ മീറ്റ് ചെയ്യാറുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട മെമ്പേഴ്സ് എന്ന് പറയുന്നത് 5 രാജ്യങ്ങളുണ്ടെങ്കിൽ അതിൽ ഒരു രാജ്യം ഇതിൽ മെമ്പർ ആയിരിക്കും. ആസ് ഹോസ്റ്റ് കൺട്രി, United Nations World Tourism Organization headquarters, Spain has a permanent seat on the Executive Council. സ്പെയിനിലെ മാഡ്രിഡിലാണല്ലോ
വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്പെയിൻ എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് കൗൺസിലിൽ പെർമനന്റ് മെമ്പറാണ്. Representatives of associate members, affiliate members also participate in the executive council as observers. Committees. The United Nations World Tourism Organization പ്രധാനമായിട്ടും വരുന്ന കമ്മിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രോഗ്രാം കമ്മിറ്റി, കമ്മിറ്റി ഓൺ ബഡ്ജറ്റ് ആൻഡ് ഫൈനാൻസ്, കമ്മിറ്റി ഓൺ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ടൂറിസം സാറ്റലൈറ്റ് അക്കൗണ്ട്, കമ്മിറ്റി ഓൺ മാർക്കറ്റ് ആൻഡ് കോമ്പറ്റീറ്റീവ്നെസ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ടൂറിസം കമ്മിറ്റി, the World Committee on Tourism Ethics, the Committee on Poverty Reduction, and the Committee for the Review of Application for Affiliate Membership. Secretariat. The Secretariat is responsible for implementing World Tourism Organization program of work and serving the need of members and affiliate members. വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ്റെ വർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും അല്ലെ മെമ്പേഴ്സിനെയും അഫിലിയേറ്റഡ് മെമ്പേഴ്സിനെ സെർവ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത്. ദ ഗ്രൂപ്പ് ഈസ് ലെഡ് ബൈ സെക്രട്ടറി ജനറൽ, സൂപ്പർവൈസസ് അബൌട്ട് 110 ഫുൾ ടൈം സ്റ്റാഫ് അറ്റ് മാഡ്രിഡ് ഹെഡ് ക്വാർട്ടേഴ്സ്. സെക്രട്ടേറിയറ്റിലെ ലീഡിംഗ് ആളെന്ന് പറയുന്നത് സെക്രട്ടറി ജനറൽ ആണ്. ഒപ്പം തന്നെ 110 ഫുൾ ടൈം സ്റ്റാഫും ഉണ്ട്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയ മാഡ്രിഡിലാണ് ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ദ സെക്രട്ടേറിയറ്റ് ഇൻക്ലൂഡ്സ് റീജിയണൽ സപ്പോർട്ട് ഓഫീസ് ഫോർ ഏഷ്യ പസഫിക് ഇൻ ഒസാക്കോ, ജപ്പാൻ, ഫൈനാൻസ് ബൈ ദ ജാപ്പനീസ് ഗവൺമെൻറ്, ആൻഡ് എ ലൈസൺ ഓഫീസ് ഇൻ ജനീവ to the United System, the World Trade Organization and the other diplomatic organization in Switzerland. ഇനി സെക്രട്ടേറിയറ്റിൽ ഒരു റീജിയണൽ ഓഫീസ് ഉണ്ട്, അത് ജപ്പാനിലെ ഒസാക്കയിലാണ്. അത് ഫൈനാൻസ് ചെയ്തിരിക്കുന്നത് ജാപ്പനീസ് ഗവൺമെൻറ് ആണ്. ഇനി അതിനൊരു ലൈസൺ ഓഫീസ് ഉണ്ട്, അത് ജനീവയിലാണ്. അത് യുണൈറ്റഡ് നേഷൻ്റെ ഒരു റെപ്രസെൻറ്റേഷനായിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. ഒപ്പം തന്നെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനും മറ്റു ഡിപ്ലോമാറ്റിക് ഓർഗനൈസേഷൻസും ഒക്കെ തന്നെ സെക്രട്ടേറിയറ്റിൻ്റെ ഒരു ഭാഗമാണ്. Then finally, the official languages of United Nations World Tourism Organization, it includes Arabic, English, French, Russian and Spanish.